ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഇതുവരെ അധികം കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പച്ചപ്പാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ പ്ലാന്റ് എങ്ങനെ ഏത് ആകൃതിയിൽ വളരണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ പ്ലാന്റ് കട്ട് ചെയ്ത് വളർത്താം. കുറഞ്ഞ ഉയരത്തിൽ ഒരേ ലെവലിൽ കട്ട് ചെയ്ത് നിർത്തുന്നതാണ് ഏറ്റവും ഭംഗി. ഈ പ്ലാന്റിൻ്റെ തൈ ആവശ്യമില്ല. ഈ പ്ലാന്റിൻ്റെ തണ്ട് കട്ട് ചെയ്ത് ചെടിച്ചട്ടിയിലോ ചിരട്ടയിലോ തറയിലോ കിഴിയിലോ നടാവുന്നതാണ്. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ പ്ലാന്റ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകും. അങ്ങനെ ഈ പ്ലാന്റ് തിക്കായിട്ട് വളരും. സദേൺവുഡ് അല്ലെങ്കിൽ ആർട്ടിമീസിയ അബ്രോട്ടാനം എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഇതൊരു കുറ്റിച്ചെടിയാണ്. ലെമൺ പ്ലാന്റ്, കോള പ്ലാന്റ്, സിതർവുഡ് എന്നീ പേരുകളും ഈ പ്ലാന്റിനുണ്ട്. സൂര്യപ്രകാശമുള്ളിടത്ത് വേണം ഈ പ്ലാന്റ് നടാൻ. അത്യാവശ്യം ഈർപ്പം ആവശ്യമാണ്. എങ്കിലും എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ പ്ലാന്റിൻ്റെ ഇല വളരെ ചെറുതാണെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഏകദേശം ഒരു സിൽക്ക് പോലെയാണ്, നല്ല മിനുസമാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വെക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു 3 മുതൽ 5 അടി വരെയൊക്കെ ഉയരത്തിൽ വളരുന്ന ഒരു പ്ലാന്റാണിത്. എങ്കിലും നമ്മളിതിൽ കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഭംഗിയായിട്ട് നിർത്താനൊക്കെ പറ്റും. പിന്നെ മണ്ണ്, ഏത് മണ്ണിൽ നട്ടാലും ഈ ഒരു പ്ലാന്റ് വളരും. ഇവിടെയാണെങ്കിൽ കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണിൽ നന്നായിട്ട് വളരുന്നുണ്ട്. എങ്കിലും എല്ലാ മണ്ണിലും ഇത് നന്നായിട്ട് വളരും, നല്ല തിക്കായിട്ട് വളരും. പിന്നെ ഇതിൽ പൂക്കളൊക്കെ വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിതുവരെ പൂക്കളുണ്ടായി കണ്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോഴും ഇതിങ്ങനെ കട്ട് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് അങ്ങനെ പൂക്കൾ വരാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ മാസങ്ങളിൽ ചെറിയ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതിൽ, അങ്ങനെയാണ് പറയുന്നത്. വളരെ അപൂർവമായി പൂക്കുന്നൊരു പ്ലാന്റാണിത്. ഈ ഒരു പ്ലാന്റിനെ പറ്റി പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കയ്പുള്ള നാരങ്ങയുടെയും അല്ലെങ്കിൽ കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. നമുക്ക് ഒരു കയ്പ്പാണ് ഇതിൻ്റെ ഇലയ്ക്ക് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് അധികം പ്രാണികളുടെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല, ഉറുമ്പുകളുടെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല. ഈ പ്ലാന്റുകളുടെ അടുത്ത് ഉറുമ്പ് വരത്തേയില്ല.